നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ വളരുന്ന സുന്ദരമായൊരു പുഷ്പത്തെക്കുറിച്ചാണ്. ചെമ്പരത്തി. ചെമ്പരത്തി പൂമുടിയുടെ സൗന്ദര്യത്തിനും ആരോഗ്യം നിലനിർത്താനും തലമുറകളായി ഉപയോഗിച്ചുവരുന്ന ഒരു പ്രകൃതിദത്ത ഔഷധമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോവുന്നത് ചെമ്പരത്തി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാം, മുടിയുടെ തിക്നെസ് കൂട്ടാം, അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള തിളക്കം ലഭിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ഭക്ഷണരീതികളിലെ മാറ്റം, മലിനീകരണം, അമിതമായ കെമിക്കൽ അടങ്ങിയ ഷാംപൂകൾ, മാനസിക സമ്മർദ്ദം ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ തലയോട്ടിയെ ദുർബലമാകുന്നത്. എന്നാൽ അതിന് ഒരു പ്രകൃതിദത്ത പരിഹാരം നമ്മുടെ വീട്ടുമുറ്റത്തു തന്നെ വളരുന്നുണ്ട്. ചെമ്പരത്തി. ചെമ്പരത്തി പൂവിലും ഇലകളിലും വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, അമിനോ ആസിഡുകൾ തുടങ്ങിയ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവ സ്കെൽറ്റിനെ പരിപോഷിപ്പിക്കുകയും ഹെയർ ഫോളിക്കിളിനെ ശക്തമാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെമ്പരത്തി തലച്ചോറിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും പുതിയ മുടി വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചെമ്പരത്തി ഒരു പ്രകൃതിദത്ത കണ്ടീഷണർ കൂടിയാണ്. മുടി മൃദുവാക്കാനും ഫ്രിസ് കുറയ്ക്കാനും, അതായത് മുടി പൊങ്ങിയിരിക്കുന്നതൊക്കെ കുറയ്ക്കാൻ ഇതുപകരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെമ്പരത്തി ഹെയർ പാക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 4-5 ചെമ്പരത്തി പൂക്കൾ, അതുപോലെ 7-8 ചെമ്പരത്തി ഇലകൾ, 2 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ തൈരും എടുക്കുക. പൂവും ഇലകളും കഴുകി അരച്ചെടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയും തൈരും ചേർത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഈ പേസ്റ്റ് തലയോട്ടിയിൽ പുരട്ടി 30 മിനിറ്റ് ഇരിക്കുക. പിന്നീട് വെറും വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാനും പുതിയ മുടി വളരാനും സഹായിക്കും. മറ്റൊരു എളുപ്പമായ മാർഗം ചെമ്പരത്തി എണ്ണ തന്നെയാണ്. 7-8 ചെമ്പരത്തി പൂവും ഇലകളും 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ കരിഞ്ചീരകവും കൂട്ടിക്കലർത്തി അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ 150 ഗ്രാം വെളിച്ചെണ്ണയും അതേ അളവിൽ വെള്ളവും ചേർത്ത് നല്ല തീയിൽ ചൂടാക്കുക. എണ്ണ തിളച്ചതിനു ശേഷം ചൂട് കുറച്ച് മൂത്തുവരുന്നതുവരെ തിളപ്പിക്കുക. മൂപ്പ് മനസ്സിലാവുന്നതിനായിട്ട് 1 പിടി പൊടിക്കാത്ത കുരുമുളക് അതിലേക്ക് ഇടുക. മൂത്തുവരുന്ന സമയത്ത് അടിയിൽ കിടക്കുന്ന കുരുമുളക് മുകളിലേക്ക് പൊന്തി വരുന്നതായി കാണാം. ഈ സമയത്ത് വാങ്ങിവെച്ചതിനു ശേഷം വെള്ളത്തുള്ളിക്കൊളൊന്നും വീഴാത്ത രീതിയിൽ ഒരു തുണി കൊണ്ട് അടച്ചുവെക്കുക. തണുത്തതിനു ശേഷം അരിച്ചെടുത്തു. അടുത്ത ദിവസം ഒരു മുന്തിരി വലുപ്പത്തിലുള്ള അഞ്ജനക്കല്ലും 1 നുള്ള് പച്ച കർപ്പൂരവും പൊടിച്ചതിലിട്ട് വെക്കുക. പിന്നീട് കുപ്പികളിലേക്ക് മാറ്റി കുളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് തേച്ചു പിടിപ്പിക്കുക. ഈ ചെമ്പരത്തി എണ്ണ സ്കാൽപ്പിലേക്ക് മസാജ് ചെയ്താൽ രക്തപ്രവാഹം വർദ്ധിക്കുകയും മുടി വളർച്ച ശക്തമാവുകയും ചെയ്യും. ചെമ്പരത്തി ഉപയോഗിക്കുന്നതിന് പുറമെ നമ്മുടെ ജീവിതശൈലിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ പാല്, മുട്ട, പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക. അതുപോലെ യോഗയും ധ്യാനവും ശീലിക്കുക. നല്ല ഉറക്കം ഉറപ്പുവരുത്തുക. അധികം കെമിക്കൽ അടങ്ങിയ ഷാംപൂകളും ഡൈകളും ഒഴിവാക്കുക. പലർക്കും വീട്ടിൽ ചെമ്പരത്തി എണ്ണ തയ്യാറാക്കാൻ സമയം കിട്ടാറില്ല. അത്തരത്തിലുള്ളവർക്ക് വേണ്ടി ഒരു പ്രകൃതിദത്ത ചെമ്പരത്തി ഓയിലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രകൃതി അധിഷ്ഠിത ആരോഗ്യ സൗന്ദര്യ രഹസ്യങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.